എല്ലാവരും ആയോ? ഇല്ല, കുറച്ച് നേരം കൂടെ ജോയിൻ ആവാനുണ്ട്. നമുക്കൊരു 2 മിനിറ്റും കൂടെ നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. 9:05 തുടങ്ങാം കേട്ടോ. എല്ലാവരും ജോയിൻ ആവട്ടെ. എനിക്ക് ജിബിൻ യൂട്യൂബ് ലിങ്ക് ഇമെയിൽ ID അയച്ചിട്ടുണ്ടായിരുന്നോ? ആണോ? ആക്സസ് ഇല്ല അതിനകത്ത്. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ആ ലിസ്റ്റിനകത്തുണ്ടോ? ഞാനൊരു ലിസ്റ്റ് ചാറ്റിനകത്ത് ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്ത് ജിബിന്റെ മെയിൽ ID ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോ. കറക്റ്റ് ആണോ മെയിൽ ID എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയോ. കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഹലോ, ഓഡിയബിൾ അല്ലേ? എന്റെ പേര് അതിനകത്ത് കാണുന്നില്ല. ഓക്കെ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഒന്നും കൂടെ എടുത്തിടോ, ചാറ്റിനകത്ത് ഇട്ടാ മതി. വേറെ ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആക്സസ് കിട്ടാത്ത ഇഷ്യൂ ഉണ്ടോ? റെക്കോർഡിങ്സ് ബാക്കി എല്ലാവർക്കും കിട്ടിയതല്ലേ? എനിക്ക് കിട്ടിയിട്ടില്ല. ഫ്ലോറൻസിന് കിട്ടിയിട്ടില്ലേ? ഇല്ല. ചാറ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കേറുമ്പോ ആക്സസ് കിട്ടുന്നുണ്ടോ നോക്കുക. മേ ബി കുറെ പേരുണ്ടെങ്കിൽ മെയിലിനകത്തേക്ക് വരില്ല. വന്നാൽ തന്നെ ചിലപ്പോൾ സ്പാമിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ മെയിലിനകത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആക്സസ് ഉണ്ടോ എന്ന് നോക്കാം. ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇനിയിപ്പോ ആക്സസ് ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. അപ്പൊ എന്ത് ചെയ്യാ, ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ആക്സസ് ഇല്ല, വീഡിയോ ഈസ് പ്രൈവറ്റ്. ആ ലിസ്റ്റിനകത്ത് ഉണ്ടോ നോക്കിയേ. ഫ്ലോറൻസിന്റെ ഞാൻ ചാറ്റിനകത്ത് ഇട്ടിട്ടില്ലേ, ഒരു 21 മെയിൽ IDs അങ്ങാണ്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഉണ്ടോ നോക്കൂ. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടില്ലേ ഒരെണ്ണം. അതിനകത്ത് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിടാം. ഓക്കെ, അപ്പൊ ഞാൻ അതിനകത്തൊന്ന് ആഡ് ചെയ്തോളാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? ജിബിൻ എന്താ പറഞ്ഞേ? ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല ആർക്കും? ജസ്റ്റ് കുറച്ച് തിയറി, ആകെ 2-3 ടോപ്പിക് അല്ലേ നമ്മൾ എടുത്തുള്ളൂ. ഓക്കെ, തിയറി ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. നമ്മുടെ LLM എന്താണ്, LLMന്റെ ആർക്കിടെക്ചർ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ. ഓക്കെ അല്ലേ അത്? ഓക്കെ, LLM എന്താണ്? LLM എന്ന് വെച്ചാൽ എന്തായിരുന്നു? എന്താ മനസ്സിലായോ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിനകത്തുനിന്ന്? ഒരു മോഡല് അല്ലെ, AI മോഡല്. നമ്മുടെ ChatGPT, ജെമിനി, ക്ലൗഡ്, അതൊക്കെ എന്താണ്?
ഒരു മോഡലാണ് AI മോഡൽ. നമ്മൾ ചോദിക്കുന്നതിന് നമുക്ക് ആൻസർ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്ന, അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു ആൻസർ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു AI മോഡലിനെയാണ് നമ്മൾ LLM എന്ന് പറയാം. ലാർജ് ലാംഗ്വേജ് വെച്ചിട്ടാണ് അത് ട്രെയിൻ ചെയ്ത് എത്തിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രോംപ്റ്റ് എന്താണ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ്, എത്രയാണ് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ആണ്. സെറ്റ് ഓഫ് വേർഡ്സ് എന്ത് ചെയ്തെടുക്കാണ്, അത് പ്രോംപ്റ്റ് ആക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആക്കിയിട്ട് എടുക്കുക. പ്രോംപ്റ്റ് മീൻസ് എന്താണ്, ഇൻസ്ട്രക്ഷൻ. നമ്മൾ AIക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ജനറേറ്റ് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നോർമലി ജനറേറ്റ് ടെസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും അത്ര വ്യക്തമായിരിക്കില്ല. കാരണം നമ്മൾ എന്തിന്റെ ടെസ്റ്റ് കേസ്, ഏത് ഫയൽ, അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, ഏത് ലാംഗ്വേജ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അതൊരു നോർമൽ പ്രോംപ്റ്റ് ആണ്. ഓക്കെ, ഒരു സിമ്പിൾ പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോംപ്റ്റ് തന്നെ എന്ത് ചെയ്തേക്കാണ്, കുറച്ചും കൂടെ സ്മാർട്ട് ആക്കിയിട്ട്, നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് കുറച്ചും കൂടെ സ്മാർട്ട് ആക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. റൈറ്റ് എ ലോഗിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൽ വേണോ, പ്ലേ റൈറ്റിൽ വേണോ, എന്തൊക്കെ വേണം, നമുക്ക് വേണ്ട റിക്വയർമെന്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്രോംപ്റ്റും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എന്താ, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് ചെയ്യുക, അതായത് ഒരു ടെസ്റ്റ് കേസ് വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ റിക്വയർമെന്റ് മെൻഷൻ ചെയ്തിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും പ്രോംപ്റ്റും. ഓക്കെ, അപ്പൊ ഇനി ജസ്റ്റ് അത് നോട്ട് ചെയ്തേക്കാം. പ്രോംപ്റ്റ് എന്താണ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ്. പ്രോംപ്റ്റ് എന്താ പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്, AIക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. Prompt means a instruction given to AI അല്ലെങ്കിൽ മോഡൽസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയാം. അപ്പം നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട്, നമുക്ക് ബെറ്റർ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന റെസ്പോൺസ് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു നോർമൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, റൈറ്റ് എ ലോഗിൻ ടെസ്റ്റ് എന്ന് മാത്രം കൊടുത്തു. ഇതിന് കിട്ടുന്ന ആൻസറും, രണ്ടാമത് ഞാൻ ഒരു ഗുഡ് പ്രോംപ്റ്റ്, ഒരു നല്ലൊരു പ്രോംപ്റ്റ് കൊടുക്കാണ്. എന്താ ചെയ്യുന്നത്, ഓക്കെ, ജനറേറ്റ് playwright JS login authentication using assertions. പിന്നെ നമുക്ക് എന്തൊക്കെ വേണോ, പോം വേണമെങ്കിൽ പോം, അങ്ങനത്തെ പോമും വേണമെന്നുണ്ടെങ്കിൽ പോം, അല്ലെങ്കിൽ ഏത് ഫ്രെയിം വർക്ക് ആണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, അസേഷൻ ആണ്. ജസ്റ്റ് ഞാൻ പോം പറഞ്ഞു കൊടുത്തു, പേജ് ഒബ്ജക്റ്റ് മോഡലിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിന് കിട്ടുന്ന ആൻസറും, അതായത് രണ്ടിനും റെസ്പോൺസ് കിട്ടും. എന്ത് പ്രോംപ്റ്റ് കൊടുത്താലും നമുക്ക് റെസ്പോൺസ് കിട്ടും. ഇതിന് കിട്ടുക ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു URL-ഉം അതിനകത്തുള്ള ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ഇതുമൊക്കെ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്ത് തരും. ഇനിയിപ്പോ ഇതിനകത്ത് നമുക്ക് എന്താണ് URL വേണമെങ്കിൽ ആ URL-ഉം കൂടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒരു URL കൊടുക്കാന്ന് വിചാരിക്കും. ഇതിന് URL കൊടുത്തിട്ട് ഇതിന് ജനറേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്കൊരു പ്രോംപ്റ്റും കൂടെ റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇതാണ് പ്രോംപ്റ്റും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റിനെ കുറച്ചും കൂടെ ബെറ്റർ വേർഷനെയാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. അതായത് ഒരു പാർട്ടാണ്, പ്രോംപ്റ്റിന്റെ തന്നെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രോംപ്റ്റ് നമുക്ക് അറിയുന്ന കേസ് തന്നെയാണ്, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് ഈ നമ്മളെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ കൊടുത്തിട്ട് നമ്മുടെ AI-നെ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അതിന്റെ വിൻഡോ, അതായത് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്ക് എത്ര നമ്പർ ഓഫ് ടോക്കൺസ് ഓർത്തിരിക്കാൻ പറ്റും. ടോക്കൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്തുള്ള ഓരോ വേർഡിനെയാണ് ടോക്കൺസ് എന്ന് പറയാം.
അപ്പോൾ ഇതിന്റെ മെമ്മറിനെ കുറിച്ച് പറയുകയാണ്. അറ്റൻഷൻ മെക്കാനിസം ഒക്കെ പറഞ്ഞപ്പോൾ രണ്ട് ടോക്കൺസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത വേർഡ് അല്ലെങ്കിൽ അടുത്ത ടോക്കൺ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മെമ്മറി ഇനിയിപ്പോൾ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെക്സ്റ്റ് പാർട്ടാണ് മെമ്മറി. അതിനെയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയാം. ഓക്കെ, വാട്ട് ഈസ് കോണ്ടെക്സ്റ്റ് വിൻഡോ? ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ഇത്ര തന്നെയുള്ളൂ. എത്ര നമ്പർ ഓഫ് ടോക്കൺസ് LLM-ന് ഓർത്തിരിക്കാൻ പറ്റും ഒരു ഒറ്റ സമയത്ത്. അതായത് ഞാനിപ്പോൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ചാറ്റിങ്ങിൽ എത്ര നമ്പർ ഓഫ് ടോക്കൺസ് ഓർത്തിരിക്കാൻ പറ്റുമെന്ന് ഓർക്കുകയാണ്. അപ്പം നമ്മൾ ചില സമയത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ കുറേ ഡീറ്റെയിൽസ് കൊടുത്തു, ഇതൊക്കെയാണ് എൻ്റെ ലോഗിൻ കേസസ് എന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയി കൊടുത്തിട്ട് എൻ്റെ പറയുകയാണ് നമ്മൾ ആദ്യം ചെയ്ത ലോഗിൻ ടെസ്റ്റ്, അതായത് കുറേ ചാറ്റ് ചെയ്തു, ആദ്യം ചെയ്ത ലോഗിൻ ടെസ്റ്റ് കേസ് എന്ത് ചെയ്യാണ്, എനിക്ക് റിപ്പീറ്റ് ചെയ്യണം, കുറച്ച് ചേഞ്ചസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മേ ബി നമുക്ക് ആ ലോഗിൻ ടെസ്റ്റ് കേസ് അതായത് ഏത് എന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ അതൊന്നും കൂടെ ഷെയർ ചെയ്യോ, എന്താണ് ഡീറ്റെയിൽസ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് പറയാറുണ്ട്. അതായത് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടില്ല. ആ ഒരു ലോഗിൻ ടെസ്റ്റിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഈ രണ്ടാമത് ചെയ്യുമ്പോൾ ഫസ്റ്റ് മെൻഷൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ആ മെൻഷൻ ചെയ്ത ടോക്കൺസ് അത് ഓർമ്മയിൽ ഉണ്ടാവില്ല. അതിനെയാണ് ഈ ഒരു ടോക്കൺ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മെമ്മറി എന്ന് പറയാം. അപ്പൊ ഇതെന്താണ്, മുന്നേ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കില്ല. അതാണ് എന്ത് കോണ്ടെക്സ്റ്റ് വിൻഡോ. ഓർത്തിരിക്കാത്തതല്ല, അതിന്റെ മെമ്മറിനെയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയാം. ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ രണ്ട് രീതിയിലാണുള്ളത്, ഷോർട്ട് കോണ്ടെക്സ്റ്റ് വിൻഡോയും പിന്നെന്തായിരുന്നു ലാർജ് കോണ്ടെക്സ്റ്റ് വിൻഡോ. ഓക്കെ, ഷോർട്ടും ലാർജും. കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മെമ്മറി എത്ര നമ്പർ ഓഫ് ടോക്കൺസ് ഓർത്തിരിക്കും എന്നുള്ളതാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ. ഓക്കെ, അതിന്റെ അണ്ടറിൽ വരുന്ന രണ്ടുപേരാണ് ഷോർട്ട് കോണ്ടെക്സ്റ്റ് വിൻഡോ, ലാർജ് കോണ്ടെക്സ്റ്റ് വിൻഡോ. ഓക്കെ, ഷോർട്ട് കോണ്ടെക്സ്റ്റ് വിൻഡോ. ഷോർട്ട് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് കുറച്ച് പഴയ ഓൾഡർ മോഡൽസിനൊക്കെ ഷോർട്ടാണ്. അതിനകത്ത് കുറച്ച് മെമ്മറീസേ ഉണ്ടാവുള്ളൂ. അതായത് ഒരു പഴയ അതായത് ChatGPT-3 പോലുള്ള വേർഷൻസിനൊക്കെ ഒരു 4K to 60K വരെയുള്ള ടോക്കൺസ് ഒക്കെ ഓർത്തിരിക്കുള്ളൂ അറ്റ് എ ടൈം. ഒരു ചാറ്റിനകത്ത് ഒരു 4000 മുതൽ ഒരു 60K വരെ ഉള്ളത്. അതിന്റെ എബോവ് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് പുതിയ വേർഷൻസ്. ഈ ChatGPT-യുടെ പുതിയ 4 വേർഷൻ ഒക്കെ ഇല്ലേ, ജെമിനിയുടെ പുതിയ മോഡല്, അതൊക്കെ കുറച്ചും കൂടെ മെമ്മറി കപ്പാസിറ്റി കൂടുതലാണ്. അതിനെയാണ് ലാർജ് കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. അപ്പൊ ഷോർട്ട് കോണ്ടെക്സ്റ്റ് എന്താ, മോഡൽ എന്ത് ചെയ്യുക, ഷോർട്ട് മെമ്മറി ആണ് ഉണ്ടാവുള്ളൂ, കുറച്ച് ടോക്കൺ ഓഫ് എമൗണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് മാത്രമേ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ജസ്റ്റ് അത് നോട്ട് ചെയ്യാം. ഈ മോഡൽ വിത്ത് remember only smaller amount of text. ടെസ്റ്റ് അല്ല, ടോക്കൺ. കുറച്ച് ടോക്കണിനെ ഓർത്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഷോർട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ കോണ്ടെക്സ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്പർ ഓഫ് ടോക്കൺസ്, അതായത് ആ മെമ്മറിനെയാണ് എത്ര നമ്പർ ഓഫ് ടോക്കൺസ് ഓർത്തിരിക്കുന്നുള്ളതാണ്. അതിൽ രണ്ട് ടേം ആണുള്ളത്, ലാർജും ഷോർട്ടും. ഓക്കെ, ലാർജ് അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. സെയിം ഇത് തന്നെ, ഇതിനകത്ത് കുറച്ചും കൂടെ മോഡൽ വിത്ത് ലാർജ് സെയിം ഇത് തന്നെ കോപ്പി ചെയ്യാം. ഷോർട്ട് അല്ല, ലാർജ്. മാക്സിമം എമൗണ്ട്, ലാർജർ എമൗണ്ട് അല്ല, മാക്സിമം എമൗണ്ട്. മച്ച് മോർ എന്ന് നോക്കാം. മറ്റേനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, മെമ്മറി ഓർത്തിരിക്കും. അപ്പൊ ഇതിനെയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ. 2 ടൈപ്സിലുണ്ട്, ലാർജ് ഉണ്ട്, ഷോർട്ട് ഉണ്ട്. ഇനി നമുക്കിത്
ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ലാർജ് കോണ്ടെക്സ്റ്റ് വിൻഡോയിൽ ലാർജ് നമ്പർ ഓഫ് മെമ്മറി, മാക്സിമം മെമ്മറി പറഞ്ഞില്ലേ, അത് ഏതുവരെ ലൈക്ക് ഷോർട്ട് ടേമിൽ പറഞ്ഞു 4K to 4K 60K. ഒരു 4 മുതൽ, അതൊക്കെ ഒരു കറക്റ്റ് ഒന്നല്ല, ഒരു ഇതുപോലെ 4 to ഒരു 60K വരെയൊക്കെ ഓർത്തിരിക്കുന്നതാണ്. അതിനകത്ത് അത്രയും ടോക്കൺസ്, ഇതാണ് ടോക്കൺസ്. ഇതിന്റെ എബോവ് ഉള്ളതെല്ലാം എന്തായിരിക്കും? ഓക്കെ, മാക്സിമം ഉണ്ട് ഒരു 128 അങ്ങനെ സംതിങ് എന്തോ ആണ്, 128 അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ഓക്കെ, അത് കറക്റ്റ് ഓർമ്മയില്ല. 128 ആണ് തോന്നുന്നു, 128 വരെയാണ് തോന്നുന്നത് അതിന്റെ മാക്സിമം. അത് കഴിയുമ്പോൾ വീണ്ടും അതിന് ഓർമ്മയുണ്ടാവില്ല. അതായത് ലാർജ് എന്ന് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ലാർജ് ആണെന്ന് മാത്രം. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിന്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാണ്. ഓക്കെ, അതായത് ട്രെയിനിങ്ങിന്റെ കേസിൽ ഫൈൻ ട്രെയിനിങ് അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ ഉണ്ട്. ഓക്കെ, ആ മോഡലിനെ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻസിൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മളിപ്പോൾ പ്ലേറൈറ്റിൽ ഓൾറെഡി ട്രെയിൻഡ് ആണ് അല്ലേ, പക്ഷെ നമ്മൾ അതിനെ തന്നെ കുറച്ചും കൂടെ ഷാർപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറൈറ്റ് വിത്ത് AI എടുത്തിരിക്കുന്നത് അല്ലേ. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ഉണ്ട്. ഓക്കെ, ChatGPT ഒരു ട്രെയിൻ മോഡലാണ്. നമ്മൾ ഫൈൻ ട്യൂൺ ആക്കാൻ വേണ്ടി, അതായത് പ്ലേറൈറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ ഒന്നും കൂടെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഓട്ടോമേഷൻ AI ആക്കുകയാണ്. അതായത് അങ്ങനെ ഒരു സ്പെസിഫിക് ടാസ്കിന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വർക്കിന് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതിനെയാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറയാം. സെയിം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ. ഇപ്പൊ നമ്മൾ +1 +2 വരെ ഒരു സബ്ജക്റ്റ് എടുക്കും, ഡിഗ്രിക്ക് കുറച്ചും കൂടെ അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് പഠിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ കുറച്ചും കൂടെ ഒരു സബ്ജക്റ്റിൽ തന്നെ കുറച്ചും കൂടെ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ആയിട്ട് ആ സബ്ജക്റ്റിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അത്യാവശ്യം എന്ത് ചെയ്യാണ്, ഡാറ്റ ഫുള്ളും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ പഠിച്ചു പോകില്ലേ. സെയിം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഫൈൻ ട്യൂണിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്നതിനെ വീണ്ടും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ആവശ്യമുള്ള പർപ്പസിന് വേണ്ടിയിട്ട് വീണ്ടും ട്രെയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, നമുക്കിപ്പോൾ AI ഒരു കേസിന് വേണ്ടി, AI അല്ല ഓട്ടോമേഷന് വേണ്ടിയിട്ട് വേണം, അല്ലെങ്കിൽ APIയുടെ കേസിന് വേണ്ടിയിട്ട് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിന്റെ AI ആയിട്ട് വേണം. അപ്പോൾ എന്ത് ചെയ്യാം, അതിനു വേണ്ടി മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനെയാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറയാം. ഓക്കെ, ഫൈൻ ട്യൂണിങ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞ ഫൈൻ ട്യൂണിങ്. ഓക്കെ, ആര് ജോയിൻ ആയിട്ടുണ്ട്? ഫൈൻ ട്യൂണിങ്. Fine tuning is a process. Yeah, fine tuning is taking already trained model and training സ്പെസിഫിക് ടാസ്കിനോ പ്രത്യേക വേറൊരു ടാസ്കിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയും ചെയ്യിപ്പിക്കുക. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, എനിക്ക് ഓട്ടോമേഷന്റെ ഇതിന് വേണ്ടി മാത്രമാണെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഒരു ട്രെയിൻ ചെയ്ത മോഡലിനെ വീണ്ടും എടുത്ത് ഓട്ടോമേഷന് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ APIയുടെ കേസ് ആണെങ്കിൽ APIക്ക് വേണ്ടി മാത്രം ട്രെയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കേസ്. അതാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പൊ ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും. എങ്ങനെയാ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ, വെബ്സൈറ്റ്, ബുക്ക്, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാ. ഇതിനകത്തു നിന്നൊക്കെ എടുത്തിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെ വീണ്ടും ട്രെയിൻ ചെയ്യുന്ന ഒരു ടേമാണ് ഫൈൻ ട്യൂണിങ് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, ഒരു വേർഡ് അടുത്ത വേർഡ് അതായത് 2 വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് മെക്കാനിസം, അറ്റൻഷൻ മെക്കാനിസം എന്ന് പറഞ്ഞു. അത് ആ ഒരു ടേമിന്റെ പേരാണ് അറ്റൻഷൻ മെക്കാനിസം. ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഓട്ടോ റിഗ്രസീവ് ജനറേഷൻ എന്ന് പറയും. ഓക്കെ, ഒരു വേർഡ് കഴിഞ്ഞ് ഇതായിരിക്കും എന്ന് പറയുന്നത് പ്രീവിയസ് വേർഡിനെ ബേസ് ചെയ്തിട്ട് അടുത്ത വേർഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോ റിഗ്രസീവ് ജനറേഷൻ എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ്
തിയറിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് എന്താണ് LLM, അതിന്റെ കേസും മെമ്മറീസും ഫൈൻ ട്യൂണിങ്ങും LLMന്റെ ലിമിറ്റേഷൻസും ആർക്കിടെക്ചറും മെക്കാനിസം, അറ്റൻഷൻ മെക്കാനിസം, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മള് LLM എന്താണ്, ഏജൻസ് എന്താണ്. ഓക്കെ, ഏജൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവാം. ഓക്കെ, പറയട്ടെ ഏജൻസ് എന്താന്നുള്ളത് പറഞ്ഞോട്ടെ. നമ്മള് നോർമൽ LLMs യൂസ് ചെയ്ത്, അതായത് എന്തൊക്കെയാ ChatGPT ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ പറയും, കോഡ് എഴുതി തരും, നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ LLM ചെയ്യും. പക്ഷെ എനിക്കൊരു കാര്യം വേണം, എൻ്റെ ഇമെയിലിൽ പോയിട്ട് ആ മെയിൽ എനിക്ക് സെൻഡ് ചെയ്യണം. മെയിൽ എഴുതിയാൽ മാത്രം പോരാ, എനിക്ക് ഇമെയിലിൽ പോയിട്ട് അത് സെൻഡ് ചെയ്യണം. ഞാനൊരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു, അത് ടെസ്റ്റ് വെറുതെ ക്രിയേറ്റ് ചെയ്താൽ പോരാ, എനിക്ക് എന്ത് ചെയ്യണം, ബ്രൗസറിൽ പോയി ഓപ്പൺ ചെയ്ത് ബട്ടൺസ് ഒക്കെ ക്ലിക്ക് ചെയ്ത് അത് ടെസ്റ്റ് പാസ്സാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത്, പാസ് ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്തിട്ട് എനിക്ക് പാസ് ഓർ ഫെയിൽ എന്നുള്ളൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് തരണം. ഫെയിൽ ആണെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യണം, റീട്രൈ ചെയ്ത് റൺ ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് വേണ്ടി ചെയ്യണം. അതായത് നമ്മളൊരു ഫ്രണ്ടിനോട് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് നമുക്ക് സജഷൻ തരുന്നതിന് പകരം നമുക്ക് വേണ്ടി അത് ചെയ്തും കൂടെ തരണം. പക്ഷെ LLM അത് ചെയ്തു തരില്ല, നമുക്കുള്ള സജഷൻ തരും, ഇതിങ്ങനെയൊക്കെയാണ്. നമുക്ക് ആൻസേഴ്സ് തരും, നമുക്ക് ചാറ്റ് ചെയ്യും, അങ്ങനെയുള്ള സപ്പോർട്ട് ചെയ്യും നമുക്ക്. പക്ഷെ എന്ത് ചെയ്യില്ല, നമുക്ക് വേണ്ടി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള ബട്ടണോ കാര്യങ്ങളോ ക്ലിക്ക് ചെയ്യേ, അല്ലെങ്കിൽ VS കോഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് VS കോഡിനകത്ത് കോഡ് ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഓൺലി എന്ത് ചെയ്യുള്ളൂ, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ആസ്ക് ചെയ്യാണ് ഒരു ലീവ് ലെറ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് ലെറ്റർ എഴുതി തരും, പക്ഷെ നമുക്ക് അതെന്ത് ചെയ്യില്ല, ഇമെയിലായിട്ട് സെൻഡ് ചെയ്ത് തരില്ല. അപ്പൊ അതും LLMന്റെ ഒരു ഇതാണ്. ലിമിറ്റേഷൻ അല്ല, LLM അതാണ്. LLM എന്തിനു വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്ത് തരും, നമ്മൾ ചോദിക്കുന്നതിന് ആൻസർ ചെയ്ത് തരും. അത്രേ LLM ചെയ്യുള്ളൂ. അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കുറച്ച് ടൂൾസ്. അതായത് ഏജന്റ് എന്ന് പറയുന്ന ഒരാളുണ്ട്. ഏജന്റ് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റ് ചെയ്യുന്നതിന് പകരം, അതായത് നമുക്ക് ഇതൊക്കെയാണ് ബെസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു തരും, LLM പറഞ്ഞു തരും. ഈ LLM ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞു തന്ന സജഷൻസ് നമുക്ക് ആക്ഷൻസ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏജൻസിനെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഏജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പ്ലേ റൈറ്റ് ഏജൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് കേസ് ജനറേറ്റ് ചെയ്ത് തരൂ, അതെന്ത് ചെയ്യുക, ഈ പറഞ്ഞ പോലെ ഫിക്സ് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കത് ഫിക്സ് ഒക്കെ ചെയ്ത് തരും. അപ്പൊ എന്താണ് ഏജന്റ്, ഏജന്റ് എങ്ങനെയാ വർക്ക് ചെയ്യണേന്നാണ് നോക്കുന്നത്. അപ്പൊ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോ LLM വേണം, LLM മസ്റ്റ് ആണ്. LLMന്റെ കൂട്ടത്തില് കുറച്ച് ടൂൾസ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്താന്ന് പറഞ്ഞുതരാം. കുറച്ച് ടൂൾസ് ഉണ്ടാവും. പിന്നെ മെമ്മറി നമ്മൾ ഓൾറെഡി പഠിച്ചു, കോണ്ടെക്സ്റ്റ് വിൻഡോ, ഓക്കെ, മെമ്മറി, പിന്നെ പ്ലാനിങ്, ഇത്രയും ഓപ്ഷൻസും കൂടെ ചേർന്നതാണ് ആര്, ഏജന്റ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് LLM നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ തിങ്ക് ചെയ്യും. ആ തിങ്ക് ചെയ്തതിന് ആക്ഷൻ കൂടെ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഏജന്റിന്റെ ഹെൽപ്പ് വേണം. വെറും LLM മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി തന്ന സജഷൻ എന്താവില്ല, വർക്ക് ആവില്ല. അത് വർക്ക് ചെയ്യിക്കണം, കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏജന്റിനെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇതിനകത്തുള്ള ഞാൻ എന്ത് ചെയ്തു, ഓക്കെ, ഒരു ഡജൻ, ഓക്കെ, മെമ്മറി എന്താണെന്ന് നോക്കാം ആദ്യം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ LLM എന്ന് പറയുന്നത് കുറച്ച് ടൂൾസും മെമ്മറിയും പ്ലാനിങ്ങും ഒക്കെ കൂടെ ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് മെമ്മറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മെമ്മറി എന്തുണ്ട്, മെമ്മറി എന്ന് പറയുന്നത് അതിനകത്ത് ഓർത്തിരിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻസിനെയാണ് മെമ്മറി എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ടോക്കൺസ്, ഷോർട്ട് ടേമും ഉണ്ട്, ലാർജ് ടേമും ഉണ്ട്. കറണ്ട് കോൺവെർസേഷൻ, ഇപ്പോൾ ഉള്ള കോൺവെർസേഷനെ മാത്രം ഓർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് ടോക്കൺസ് ഓർത്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയാം. ഓക്കെ, അപ്പം മെമ്മറി ഇവിടെയും കൂടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. നേരത്തെ പറഞ്ഞ സെയിം തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു മെൻഷൻ ചെയ്ത മെമ്മറി എന്താന്ന് കൂടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് മാത്രം. അതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്, ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ആൻഡ് ലോങ് ടേം. ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടൈം മെമ്മറി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. രണ്ട് മെമ്മറീസും അതേപോലെ തന്നെയാണ്. ഇനി ടൂൾസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു ഫ്രണ്ടിന് കൊടുത്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് നമുക്ക് സജഷൻ തരുന്നതല്ലാതെ നമുക്ക് വേണ്ടി
ചെയ്തു തരും. അതായത് ഒരു കൈ, നമ്മൾ ഇപ്പൊ ഹ്യൂമന്റെ കേസ് നമ്മളെല്ലാം എടുക്കുന്നത്, ചിന്തിക്കുന്നതൊക്കെ ഹ്യൂമൻ പോലെയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ആ ഒരു ബ്രെയിനിനെ ആക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാൻഡ് പോലെ, അതായത് വെറുതെ ബ്രെയിൻ തന്ന ആൻസർ ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ, അപ്പൊ അതിനു വേണ്ടി ഒരു ഹാൻഡ് പോലെ പെർഫോം ചെയ്യണതാണ് ടൂൾസ്. ഹാൻഡ് മീൻസ് ഹ്യൂമൻസിന്റെ ആൻസർ സാമ്പിൾ, അതായത് റിലേറ്റ് ചെയ്ത് പറയണമെന്ന് മാത്രം. ഓക്കെ, ടൂൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്, ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ടൂൾസ് എടുക്കും. അപ്പൊ എന്താണ് ടൂൾസ്? ഓക്കെ, ടൂൾസ് പെർഫോം ആക്ഷൻസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ടൂൾസ് പറഞ്ഞു, മെമ്മറിയും പറഞ്ഞു. ഓക്കെ, ടൂൾസ് എന്താണ്, മെമ്മറി എന്താന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് ഞാൻ പറയാണ്, എനിക്ക് ഇതിനകത്തുനിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ടാസ്ക് കൊടുക്കാന്ന് വിചാരിക്കും. ഈ പ്ലാനിങ്ങിന്റെ കേസാണ് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് ഇതിനെ എന്ത് ചെയ്യുക, ഒരു വലിയ ടാസ്കാന്ന് വിചാരിക്കും. എനിക്കിപ്പോ ഒരു ലാർജ് ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ടാസ്കിന് എന്ത് ചെയ്യും, ചെറിയ ചെറിയ ടാസ്ക് ആക്കി മാറ്റും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, എൻ്റെ ഒരു മന്ത്ലി റിപ്പോർട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും ഞാൻ പ്ലാനിങ്ങിനായിട്ട്. അതായത് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിരിക്കുന്നത് എനിക്കൊരു മന്ത്ലി റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് തരണം, ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പ്ലാനിങ്ങിന്റെ കേസാണ് പറയണേ. പ്ലാനിങ് മീൻസ് ഇതിനെ കുഞ്ഞു ടാസ്ക് ആക്കി മാറ്റും. ഓൾറെഡി ഉള്ളത് ഒരു കുഞ്ഞു ടാസ്ക് തന്നെയാണ്, ഒരു മന്ത്ലി റിപ്പോർട്ടാണ് എൻ്റെ ടാസ്ക്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ജനറേഷൻ ആണ് എൻ്റെ ടാസ്ക്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മന്ത്ലി റിപ്പോർട്ട് കൊടുത്തു. അപ്പൊ ആ മന്ത്ലി റിപ്പോർട്ടിനെ വീണ്ടും എന്താക്കി മാറ്റും, കുഞ്ഞു ടാസ്ക് ആക്കി മാറ്റും. അതായത് എന്തൊക്കെ റിപ്പോർട്ടാണ് വേണ്ടത്, എവിടെന്നെങ്കിലുമൊക്കെ ഡാറ്റ ഫെച്ച്, ഇപ്പൊ സെയിൽസിന്റെയോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നത് വെച്ചാൽ ഡാറ്റ ഫെച്ച് ചെയ്ത് എടുക്കണം എന്നുള്ളത് പറയും. എന്നിട്ട് അത് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്, അതായത് കിട്ടിയ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കത് എന്താണ്, ഡാറ്റ എന്താണ്, ഗ്രാഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതായത് റിപ്പോർട്ടാണല്ലോ, ഗ്രാഫോ അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് കൊടുക്കും. പിന്നെ ജസ്റ്റ് അത് എന്ത് ചെയ്യും, ഒരു PDF ആക്കിയിട്ട്, PDF ആണോ വേർഡ് ആണോ നമുക്ക് എന്താണ് വേണ്ടത് അതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. അതായത് ഒരു കുഞ്ഞു ടാസ്ക് കൊടുത്താൽ അതിന് എന്ത് ചെയ്യാണ്, പ്ലാൻ ചെയ്യാണ്, നമുക്ക് എങ്ങനെയൊക്കെ അതിന് ഷോർട്ടാക്കി ചെയ്യാം. അതാണ് പ്ലാനിങ്ങിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ടാസ്ക് കൊടുത്താലും അതിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ സ്മോൾ ടാസ്ക് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് കേസിന്റെ ലോഗിൻ ടെസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ അതിനകത്തുള്ള ലൊക്കേറ്റേഴ്സിനെ എടുക്കാം, അതിന് എന്തൊക്കെ അസേഷൻസ് കൊടുക്കാം, എവിടെയൊക്കെ എന്തൊക്കെ ഇവന്റ്സ് കൊടുക്കാം, അങ്ങനത്തെ കേസസ് ഒക്കെ എന്ത് ചെയ്യും, ഓരോ പ്ലാൻ ആക്കി വെക്കും. സെപ്പറേറ്റ് ആക്കിയിട്ടാണ് അതെല്ലാം കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഏജൻസിന്റെ ആർക്കിടെക്ചർ ആണ്. ഇപ്പൊ നമ്മള് നേരത്തെ LLMന്റെ ആർക്കിടെക്ചർ നോക്കിയ പോലെ ഏജൻസിന്റെ ആർക്കിടെക്ചർ, അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻസിനെ പോലെ കൺസിഡർ ചെയ്യുന്നത്. LLM ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഏജന്റ് ആർക്കിടെക്ചർ എന്ന് പറയാം. ഏജൻസിന്റെ ആർക്കിടെക്ചറിനകത്ത് ഫസ്റ്റ് വരുന്നത് LLM ആണ്. LLM എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ പോലെയാണ്. നമുക്ക് വേണ്ടി ആൻസർ, അതായത് നമ്മൾ ചോദിക്കുന്ന പ്രോംപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കുള്ള ഒരു ആൻസർ തരുന്ന, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് തരുന്നത് ആണ് ആര്, LLM ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ LLM വേണം. LLMന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ചോദിക്കുകയാണ്. എനിക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു, ആ പ്രോംപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്ത് തരാണ്, ക്രിയേറ്റ് എ ലോഗിൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLM എന്ത് ചെയ്യും, തിങ്ക് ചെയ്തിട്ട് പറയും, ഓക്കെ ഒരു ബ്രൗസർ വേണം, ലോഗിൻ പേജ് വേണം, എന്നിട്ട് അതിനടുത്ത് വാലിഡേഷനും കാര്യങ്ങളൊക്കെ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യും. അത് കഴിഞ്ഞ് ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യാണ്. ടൂൾസ് എന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്, എനിക്ക് ബ്രൗസർ ഇപ്പൊ ലോഗിൻ ടെക്സ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ അതിന് വേണ്ട ടൂൾസ് എന്തൊക്കെയാന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യണം, പിന്നെ പ്ലേറൈറ്റ് വേണം, ഇനിയിപ്പോ APIയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് API വേണം, ഇനിയിപ്പോ ഡാറ്റാബേസോ അങ്ങനത്തെ കേസസ് അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യം അതൊക്കെ എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് വെക്കുക. അതാണ് രണ്ടാമത്തെ സെക്ഷൻ. ആർക്കിടെക്ചറിൽ ആദ്യം വരുന്നത് ബ്രെയിൻ ആണ്, ടൂൾസ് ആണ് രണ്ടാമത് വരുന്നത്. ഈ ടൂൾസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡ്സ് ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, മീൻ ചെയ്തേക്കുന്നത്, ഹാൻഡ്സ്. LLM ബ്രെയിൻ. ഇനി മൂന്നാമത്തെ ആള് മെമ്മറിയാണ്. മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ലാർജും ലോങ്ങും ഉണ്ട്. ഇത് എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ എക്സ്പീരിയൻസ് പോലെ ഇതെന്ത് ചെയ്ത് കൊടുക്കും, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ,
മെമ്മറി, മുന്നത്തെ ഡാറ്റ, മുന്നത്തെ കോൺവെർസേഷൻസിൽ നിന്ന് കിട്ടിയ ഡാറ്റയൊക്കെ എന്ത് ചെയ്തെടുക്കും, ഒരു എക്സ്പീരിയൻസ് പോലെ സ്റ്റോർ ചെയ്ത് വെക്കും അടുത്തതിനകത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് മെമ്മറി എന്ന് പറയുന്നത്. ഇനി ഇതൊരു ഡിസിഷൻ എടുക്കുന്നത്, ഈ ഡിസിഷൻ അതായത് ഇപ്പൊ ഈ ബ്രെയിനിനാണെങ്കിലും ഈ ഒരു LLM ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് ഡിസിഷൻ ലൂപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, LLMന് ഒരു കൺസെപ്റ്റ് നമ്മൾ കൊടുത്തു അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റ് കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പെട്ടെന്ന് എടുക്കില്ല, അതെന്ത് ചെയ്യും, ഒരു ലൂപ്പ് ഉണ്ട്, അതാണ് ഡിസിഷൻ ലൂപ്പ്. ഓക്കെ, ഡിസിഷൻ ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 3 പേരാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, LLM ഒരു ഡിസിഷൻ എടുക്കുന്നതിനകത്ത് 3 പേരുണ്ട്. അതിനകത്ത് ആദ്യത്തെ ആളെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെയാണ് ഇതുവരെ എടുത്തത്, ജസ്റ്റ് തിയറി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോണേ. കേൾക്കാനുണ്ടോ? സ്റ്റെക്കായി ഒന്നും നിൽക്കണില്ലല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ ഡിസിഷൻ ലൂപ്പിനകത്ത് ഇങ്ങനെയാ 3 പേരാ വരണേ. റീസണിങ്, പിന്നെ അടുത്ത ആള് ആക്ട്. ഓക്കെ, ആക്ട്, പിന്നെ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യും, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, പെട്ടെന്ന് എടുക്കുന്നതല്ല. അതായത് ഈ 3 എങ്ങനെയാണ്, ഇത് റിപ്പീറ്റ് ചെയ്യും. ഇതെങ്ങനെയാന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് സെർച്ച് ചെയ്തു, ഒരു ലാപ്ടോപ്പ്, ബെസ്റ്റ് ലാപ്ടോപ്പ് വേണം, നമുക്ക് ആവശ്യമുള്ള റിക്വയർമെന്റ്, റാം, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഒരു APIനെ കോൾ ചെയ്യും. എന്ത് API ആണ്, നമുക്ക് ഒരു ഷോപ്പിംഗ് APIനെ കോൾ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഷോപ്പിംഗ് APIനെ കോൾ ചെയ്തിട്ട് എന്ത് ചെയ്ത് നോക്കും, അതാണ് ആക്ഷൻ. നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ലാപ്ടോപ്പ് വേണം എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് സെർച്ച് ചെയ്യും, അതാണ് റീസൺ. എന്നിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം APIനെ കോൾ ചെയ്യും, അതാണ് എന്ത്, ആക്ഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആക്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ഒബ്സർവ് ചെയ്യും, ഈ നമ്മുടെ റിക്വയർമെന്റോ ആയിട്ട് എന്തൊക്കെയാണുള്ളതെന്ന്. എന്നിട്ട് നമുക്കൊരു 10 or 20 ലാപ്ടോപ്പിന്റെ റിസൾട്ട് എന്ത് ചെയ്ത് തരും, പ്രൊവൈഡ് ചെയ്ത് തരും. എന്നിട്ട് വീണ്ടും ഇതെന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഈ സ്റ്റെപ്സ് കണ്ടിന്യൂ ചെയ്ത് എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ള നല്ലൊരു ലാപ്ടോപ്പിന്റെ ഒരു സജഷൻ, അതായത് നമ്മൾ ഒരു ലാപ്ടോപ്പേ ചോദിച്ചിട്ടുള്ളെങ്കിൽ ആ ഒരൊറ്റ ലാപ്ടോപ്പ് നമുക്ക് എന്ത് ചെയ്ത് തരും, ഫൈനലി നമുക്ക് ഗെറ്റ് ചെയ്ത് തരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസിഷൻ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് വെച്ചാൽ റീസൺ, ആക്ട്, ഒബ്സർവ്, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ 3 ടേംസ് ആണ്, റീസൺ ചെയ്യും, ആക്ട് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഇത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ ഡിസിഷൻ LLM എടുത്തിരുന്നത്. ഓക്കെ, ഇനി നമ്മള് എന്താ പറയാൻ പോകുന്നത്, ഓക്കെ, ഏജന്റ് എന്ന് പറയുന്നതിനെ ഒരു ടേം പോലെ പറയുകയാണെങ്കിൽ, ഏജന്റിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചു, ഒരു ടേം പോലെ പറയുകയാണെങ്കിൽ നമുക്ക് LLMന്റെയും MCPയുടെയും ബിറ്റ്വീനിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ പുതിയൊരു ടേം പഠിച്ചു, MCP. ഓക്കെ, അപ്പൊ MCP എന്താണെന്ന് നോക്കാം ആദ്യം, എന്നിട്ട് ഒന്നും കൂടെ ഏജന്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. MCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോളിനെയാണ് MCP എന്ന് പറയാം. ഓക്കെ, മോഡൽ. ഈ MCP നമുക്കൊരു MCPs ആവശ്യമുണ്ട്. അപ്പൊ ജസ്റ്റ് ആദ്യം അതിന്റെ ഫുൾ ഫോമും കാര്യങ്ങളും MCP എന്താന്നൊക്കെ നോക്കാം. MCP പ്രോട്ടോകോൾ, ഇതൊരു ഫ്രെയിംവർക്ക് ആണ്. അതായത് LLMനെ റിയൽ വേൾഡ് ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് MCP അല്ലെങ്കിൽ മോഡൽ കോണ്ടെക്സ്റ്റ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ LLMനെ എന്ത് ചെയ്യും, റിസൾട്ട് ഗെറ്റ് ചെയ്തെടുക്കാനും, അതായത് റിയൽ വേൾഡ് ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ, API ഡാറ്റ, അങ്ങനത്തെ ബ്രൗസേഴ്സ് ടൂൾസ് ഒക്കെ ഇല്ലേ, ആ ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MCPs ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ MCP ഉണ്ട്. അതായത് എങ്ങനെയാ പറയാ, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഏജന്റ് എന്ന് പറയുന്നത് മീഡിയേറ്റർ ബിറ്റ്വീൻ LLM ആൻഡ് MCP ആണ്. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഏജന്റ് ഈസ് എ mediator between LLM and MCP. അപ്പൊ ഈ MCP നമുക്ക് പറഞ്ഞല്ലോ റിയൽ വേൾഡ്, അതായത് ഒരു ഫ്രെയിംവർക്ക് ആണ്, റിയൽ വേൾഡ് ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ MCP യൂസ് ചെയ്യും. ഓക്കെ, LLM നമുക്ക് തിങ്ക് ചെയ്യും. അപ്പൊ ഈ LLMനെയും ടൂൾസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയേറ്ററിനെയാണ് നമ്മൾ MCP എന്ന് പറയാം. അതായത് നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കാണ് എന്തൊക്കെ MCP ഉണ്ടെന്ന് വെച്ചാൽ, നമുക്ക് പ്ലെയറൈറ്റിന് സ്വന്തമായിട്ട് MCP ഉണ്ട്, പ്ലെയറൈറ്റ് MCP ഉണ്ട്. അതായത് നമുക്ക് ഈ MCPs നമുക്ക് ക്രിയേറ്റ് ചെയ്യാം,
അല്ലാതെ ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് MCPs ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻബിൽട്ട് ആയിട്ടുള്ള MCPസും ഏജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടൂൾ, ഈ ഒരു MCP ആയിട്ട് എൻ്റെ LLM എന്ത് ചെയ്യണം, ഈ ഒരു ഏജന്റുമായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അതായത് പ്ലേറൈറ്റ് ഏജൻസ് ഉണ്ട്, 3 പേരുണ്ട് പ്ലേറൈറ്റ് ഏജൻസ്. ഈ പ്ലേറൈറ്റ് ഏജൻസുമായിട്ട് LLM-നെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ MCP ആയിട്ട് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, MCP, അതായത് ഫ്രെയിംവർക്ക്. എന്താണ്, മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യാം. ഒരു മിനിറ്റ്, MCPയുടെ ഒന്നുകൂടെ പറയൂ, എന്തോ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, MCP എന്ന് പറയുന്നത് ഫ്രെയിംവർക്ക് ആണ്. അതായത് നമ്മുടെ LLM-നെ ഈ ബ്രൗസേഴ്സ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, അതായത് ടൂൾസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്ക് ആണ്. നമ്മൾ അതിനകത്ത് കമാൻഡ്സ്, ഈ LLMസിനകത്ത് നമ്മൾ കമാൻഡ്സ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കില്ലേ, അപ്പോൾ നമുക്ക് റിസൾട്ട് ഇങ്ങനെ ഗെറ്റ് ചെയ്തിടും. അതായത് ഈ MCP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് LLM-നകത്ത്, അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, അത് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്, എന്താണ് MCP, എന്താണ് ഏജൻസ് എന്നുള്ളത്. ഇപ്പൊ ജസ്റ്റ് തിയറിയാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. MCP ഈസ് എ ഫ്രെയിംവർക്ക് ദാറ്റ് കണക്ട്സ് LLM ടു ദ റിയൽ വേൾഡ് ടൂൾസ്. റിയൽ വേൾഡ് ടൂൾസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ് MCP അഥവാ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന MCP എന്ന് പറയുന്നത് പ്ലേറൈറ്റ് MCP ആണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മളൊരു MCP യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു ഡാറ്റാബേസിന്റെ MCP ഉണ്ടെന്ന്, ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാണ്, ഡാറ്റാബേസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമുക്കിപ്പോ ഒരു ഇതുണ്ടാവുമല്ലോ, ഡാറ്റാബേസ്, ഇപ്പൊ PSQL-ഓ MSQL-ഓ അങ്ങനെ കുറച്ച് ഡാറ്റാബേസിന്റെ ഇതുണ്ടാവുമല്ലോ, ആ MSQL ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനത്തെ കേസസിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് യൂസ് ചെയ്യാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡാറ്റാബേസിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ബ്രൗസറിന്റെ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ, അതിനൊക്കെ നമ്മൾ ഈ MCP ടൂൾസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കേസിനകത്ത് യൂസ് ചെയ്യുന്നത് എന്താന്നാ പറഞ്ഞത്, പ്ലേറൈറ്റ് MCP ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മൾ ഇതിനകത്ത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് GitHub Copilot ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ സിസ്റ്റത്തിനകത്തും ഉണ്ട്. നമുക്ക് ഈ MCP ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് VS Code ആണ്. VS Code എല്ലാവരുടെ സിസ്റ്റത്തിനകത്തും ഇല്ലേ, എല്ലാവരുടെയും ഉണ്ടെന്ന് എനിക്കറിയാം, കാരണം പ്ലേറൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, VS Code ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് GitHub-നകത്തൊരു അക്കൗണ്ടാണ്, അതും ഇല്ലേ എല്ലാവർക്കും. ഓക്കെ, പിന്നെ നമുക്ക് പ്ലേറൈറ്റ് ഇൻസ്റ്റാളേഷൻ ആണ്. പ്ലേറൈറ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാനും നമുക്കറിയാം. പിന്നെ നമുക്ക് ആവശ്യം ഈ MCPയും കാര്യങ്ങളൊക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. ആരെങ്കിലും ഒരാൾ ഷെയർ ചെയ്യാം. ആരും ഷെയർ ചെയ്യില്ലേ? ഓക്കെ, VS Code എടുക്കുക. VS Code ഇല്ലേ നമ്മുടെ കയ്യില്? ഓക്കെ, നമ്മള് VS Code-നകത്ത് ആ ഒരു കുഞ്ഞു വിൻഡോ ക്ലോസ് ചെയ്യോടാ, സൈഡിലുള്ള അത് ക്ലോസ് ചെയ്തേക്ക്. നമുക്ക് ആദ്യം ഗിറ്റ് കോപ്പൈലറ്റ് എക്സ്റ്റൻഷൻ വേണം. നിങ്ങളുടെ കയ്യിൽ മേ ബി അത് ഉണ്ടാവും. ഇല്ലാത്തവര് എന്ത് ചെയ്യുക, എക്സ്റ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് പാർട്ട് ഉണ്ടാവും. എക്സ്റ്റൻഷൻസ് എടുക്കുക. നമ്മൾ പുതിയ ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്യും. ആദ്യം ഈ എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ്. എക്സ്റ്റൻഷൻസിനകത്ത് GitHub Copilot Chat എന്ന് സെർച്ച് ചെയ്യാം. GitHub Copilot Chat. നമുക്ക് ഓട്ടോ സജഷൻ ഒക്കെ വരുന്നുണ്ടായിരുന്നില്ലേ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ? അത് ഈ GitHub Copilot Chat ഓപ്പൺ ചെയ്ത് ഓണായി കിടക്കുന്നവർക്കാണ്. ഓക്കെ, അത് ഓൾറെഡി ഉണ്ട്. അത് തന്നെ, അത് ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അത് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിടുക. ഓക്കെ, അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിടുക. ഇതെല്ലാവർക്കും ഓൺ ആണോ അതോ ഇൻസ്റ്റാൾഡ് ആണോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? GitHub Copilot Chat കിട്ടിയ എല്ലാവർക്കും? കിട്ടിയൊരു തംസ് ഇടണേ, എന്നാലും എനിക്ക് അറിയുള്ളൂ. എല്ലാവരും ആയാലും ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുക്കുള്ളൂ.
പറഞ്ഞോട്ടെ അടുത്തത്. ഇത് കിട്ടിയ എല്ലാവർക്കും? മാം ഒരു മിനിറ്റ്, ഉം, ഞാൻ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ ഇപ്പൊ അതിനകത്ത് കാണിക്കുന്നത് ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് എന്റെ കൈ കിടക്കുന്നത് ഡിസേബിൾ ആയി. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ചാറ്റ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണം എന്നാ പറഞ്ഞത്. പക്ഷെ അത് ഞാൻ ഓപ്പൺ ആക്കി അതിനകത്ത് ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്താ കാണിക്കുന്നത് പിന്നെ? ഇപ്പൊ ഈ വിൻഡോയിൽ എനേബിൾ എന്താണ് AI ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ടോ? എന്താ? എനേബിൾ AI ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല, ഡിസേബിൾ അത് ഫീച്ചേഴ്സ്. എനേബിൾ തന്നെയാണ്. ഡിസേബിൾ ആണ് കാണിക്കുന്നത് വെച്ചാൽ അത് എനേബിൾ തന്നെയാണ്. ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അത് വർക്ക് ഓക്കെയാണ്. ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെയാണെങ്കിൽ ഓക്കെയാണ്. നമുക്ക് ഈ ഒരാൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് വേണം. ഇനി ഞാൻ എന്താണ് ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് അല്ലെങ്കിൽ ഗിറ്റ്ഹബ് എന്താണ്? ഗിറ്റ്ഹബ് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ഈ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് എന്ന് പറയുന്നതും ഒരു LLM ആണ്. LLM ആണ്. ഇതിനകത്തുനിന്ന് ഇത് എവിടുന്ന ഡാറ്റ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെപ്പോസിറ്ററീസ് ഉണ്ടല്ലോ, കുറേ റെപ്പോസിറ്ററീസ് ഉണ്ടല്ലോ, ഇതിനകത്തുനിന്ന് എന്ത് ചെയ്യുന്നത്, ഡാറ്റ എടുത്തിട്ട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് തരികയാണ്. പ്രോംപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സജഷൻ പോലെ നോക്കുക. അപ്പം നമ്മളൊരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനകത്ത് ഓൾറെഡി കുറേ റെപ്പോസിറ്ററി ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതല്ലാതെ കുറേ കോമൺ ആയിട്ടുള്ള എല്ലാ റെപ്പോസിറ്ററീസിനകത്തുനിന്നും സ്റ്റഡി ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത് തരുന്നത്, സജഷൻ തരുന്നത്. നമ്മുടെ ഈ VS കോഡ്, ഈ കോപ്പൈലറ്റ് എന്ന് പറയുന്നത് ഈ VS കോഡിന്റെ ഒരു ഹെൽപ്പാണ്. നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്ത് തരാനും പിന്നെ ഇഷ്യൂസ് വരികയാണെങ്കിൽ ഫിക്സ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലഗ് ഇൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആണ് നമ്മളിപ്പോൾ എന്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ VS കോഡ് ഐഡിയുടെ VS കോഡ് ഐഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷൻ, അതിൽ തന്നെ യൂസ് ചെയ്യാം. നമുക്ക് പുറത്തിറങ്ങണ്ട, അതായത് ChatGPT പോലെയുള്ള വേറെ പുറത്തേക്ക് ഇറങ്ങാതെ ഇതിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, കോപ്പൈലറ്റ് ചാറ്റ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്തെടുത്തു. ഇനി നിങ്ങൾക്ക് വേണ്ടത്, എനിക്കൊരു പുതിയ ഫോൾഡർ വേണം. ജസ്റ്റ് എന്ത് ചെയ്യുക, ഫയലിൽ ഓപ്പൺ ഫോൾഡർ എന്ന് കൊടുക്കുക. എന്നിട്ട് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. പ്ലേറൈറ്റ് AI എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ നെയിം കൊടുക്കുക. ന്യൂ ഫോൾഡർ കൊടുത്തേക്കോ, പുതിയ ഫോൾഡർ, അതായത് പുതിയൊരു ഫോൾഡർ കൊടുക്കുക. അതിനകത്തുനിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുക്കുക, അല്ലെങ്കിൽ മുകളിൽ ന്യൂ ഉണ്ടാവും. ഓക്കെ, അതിനെ പ്ലേറൈറ്റ് AI എന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ അതിനകത്താണ് ചെയ്യാൻ പോണേ. ഓക്കെ, ഇതുപോലെ പുതിയ ഫോൾഡർ എല്ലാവരും ഓപ്പൺ ചെയ്തോ? ഓപ്പൺ ചെയ്തിട്ട് പറയാം. ഓക്കെ, തംസറിനെ എനിക്ക് ഒരാളെ ഇപ്പോൾ തംസിട്ടിട്ടുള്ളേ. എല്ലാവരും ചെയ്യണില്ലേ? നമ്മൾ ജസ്റ്റ് പ്രാക്ടിക്കലിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, തിയറി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തെടുത്ത് പോവും. നമുക്ക് വേണ്ട ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. എല്ലാവരുടെ പേര് വിളിക്കലും നടക്കില്ല, കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കണം. ജസ്റ്റ് പുതിയ ഫോൾഡർ. ഇനിയിപ്പോൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം, സ്റ്റെക്കാണ്, കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഗിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്യണം നമ്മുടെ കോഡ്. അതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ പോലെ കാണാല്ലേ, താഴെ ലെഫ്റ്റ് സൈഡിൽ താഴെ, അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണ്, പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും. ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗിറ്റ്ഹബിൻ്റെ യൂസർ നെയിം, അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ യൂസർ നെയിം കാണാനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്താണെങ്കിൽ ദേവി സന്ദീപ് എന്ന് പറഞ്ഞ് കാണാനുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ ഗിറ്റ്ഹബുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കണക്റ്റഡ് അല്ലാത്തവർ പറയാം, കണക്ട് ചെയ്യാം. നമുക്ക് എനിക്ക് തോന്നുന്നു പ്ലേറൈറ്റിൻ്റെ ഇതിനകത്ത് ഗിറ്റ് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഗിറ്റിനകത്തേക്ക് ആഡ് ചെയ്തതൊക്കെയാണ്. ഓക്കെ, അപ്പം ഇനി അതിനകത്ത് ഇനി എന്തെങ്കിലും കൺഫ്യൂഷനോ സ്റ്റക്കായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കണക്ഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളവർ പറയാം, നമുക്ക് സ്റ്റക്ക് ചെയ്യാം. വിനിഷ, എനിക്ക് കണക്ട് ആയിട്ട് കാണിക്കുന്നില്ല. പ്ലസ് അതേപോലെ ജിറ്റ്ഹബ് കോപ്പൈലറ്റ് വാക്ക് ത്രൂ കാണിക്കുന്നുണ്ടല്ലോ, അവിടെ എനിക്ക് ജിറ്റ്ഹബ് കോപ്പൈലറ്റ് ന്യൂ എന്നുള്ളതും കാണിക്കുന്നില്ല.
ഒന്ന് ഷെയർ ചെയ്യോ? നമ്മളന്ന് ചെയ്തതല്ലേ, ഗിറ്റ്ഹബുമായിട്ട് കണക്ട് ചെയ്തതല്ലേ? ഒന്ന് ഷെയർ ചെയ്യോ അർഷിത? ഇത് ഗിറ്റ്ഹബ് ആക്ഷൻസാ. ഗിറ്റ്ഹബ് ആക്ഷൻസ് അല്ല നമുക്ക് വേണ്ട. ഇത് ക്ലോസ് ചെയ്തോ. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ചാറ്റ് ആണ്. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ചാറ്റ് എന്ന് സെർച്ച് ചെയ്തേ. ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് ചാറ്റ്, അതിനകത്ത് അത് വന്നിട്ടുണ്ട്. അത് തന്നെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയി. ഏറ്റവും ആദ്യം കിടക്കുന്ന ആള് അത് ഓൾറെഡി ഇൻസ്റ്റാൾഡ്, ഏറ്റവും ആദ്യത്തെ ആള്. അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. അത് ചെക്ക് ചെയ്യേണ്ട. അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇനി എന്ത് ചെയ്യുക, കോപ്പൈലറ്റിന്റെ കോപ്പൈലറ്റ് അല്ല, ഈ ഒരു പ്രൊഫൈൽ എടുത്തേടാ. ബാക്കപ്പ് ആൻഡ് സിങ്ക് സൈനിങ് യൂസ് ചെയ്ത് ഇനി കണക്ഷൻ പോയിട്ടുള്ളവര് ഈ പറഞ്ഞ പോലെ സൈനിങ് യൂസ് ഗിറ്റ്ഹബ് എന്ന് പറഞ്ഞു കൊടുക്കാം. സൈനിങ് യൂസ് ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് എന്ന് കൊടുക്കാം. അതുകൊണ്ടാ പറഞ്ഞ എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂല് കണക്ഷൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കാം. അപ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ഗിറ്റ്ഹബിന്റെ യൂസർ നെയിം പാസ്വേഡ് യൂസ് ചെയ്യുക. ഓതറൈസ് വിത്ത് VS കോഡ് എന്ന് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യും, VS കോഡിനകത്ത് ഓപ്പൺ ആവും. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് തന്നെ, പാസ്വേഡ് കൊടുത്തു. അത് കണക്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ യൂസർ നെയിം കിട്ടും. വേറെ ആർക്കെങ്കിലും കിട്ടാത്തുണ്ടോ? പറഞ്ഞോട്ടെ, അടുത്ത സ്റ്റെപ്പ് പറഞ്ഞോട്ടെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമോ? നമ്മുടെ കോഡിനകത്ത് പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. ജസ്റ്റ് എന്ത് ചെയ്യാം, ബ്രൗസറിൽ പോയി പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെക്ക് ചെയ്യുക. ആ ഒരു കമാൻഡ് കിട്ടും. ആ കമാൻഡ് എന്ത് ചെയ്തെടുത്താൽ മതി, ടെർമിനലിനകത്ത് പേസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പ്ലെയറൈറ്റിന്റെ ഒരു സ്ട്രക്ചർ കിട്ടും. ഓക്കെ, npx playwright install at latest എന്നുള്ള ടാഗ് ജസ്റ്റ് അത് ബ്രൗസറിൽ നിന്ന് തന്നെ എടുത്ത് കോപ്പി ചെയ്ത് കൊടുത്തേക്ക്. ന്യൂ ടെർമിനൽ എടുത്തിട്ട് പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ എന്ന് ബ്രൗസറിൽ സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ആവശ്യമുള്ളത്. ഒരു ഫോൾഡർ വേണം, അതിനകത്ത് ഒരു പ്ലെയറൈറ്റ് ഫോൾഡർ. അത് ഓപ്ഷണൽ ആണ്, പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ആവശ്യമില്ല. നമ്മൾ MCP കൊടുക്കുന്നുണ്ട്, ഏജൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഇനിയിപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം, പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, പ്ലെയറൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക സിസ്റ്റത്തിനകത്ത്. കംപ്ലീറ്റ് ആവാം. ഹാപ്പി ഹാക്കിംഗ് എന്ന് പറഞ്ഞ മെസ്സേജ് വരില്ല, അതുപോലെ അത്രയും വരെ എത്തുമ്പോൾ ടൈപ്പ്സ്ക്രിപ്റ്റ് ആണോ ജാവാസ്ക്രിപ്റ്റ് ആണോ സെലക്ട് ചെയ്യേണ്ടത്? നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എടുക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ടൈപ്പ് സ്ക്രിപ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എടുക്കാം. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് അതിന്റെ കോഡ് നമ്മൾ ചെയ്തത് തന്നെ ഓട്ടോമേറ്റ് ചെയ്യിക്കുന്നു, കംപ്ലീറ്റ് ഓട്ടോമേറ്റ് ചെയ്യിപ്പിക്കാൻ പോവാൻ, അത്രേ ഉള്ളൂ. ഇതുപോലെ ഇത്ര ആയിക്കഴിഞ്ഞാൽ പറയും എല്ലാവരും. വിനീഷ, ഞാൻ ലീവിയാണ്. ഞാൻ റെക്കോർഡിംഗ് കണ്ടിട്ട് ഇല്ലടാ, ഇത്രേ ഉള്ളൂ, ഇത്രേ ചെയ്യിക്കുന്നുള്ളൂ. താങ്ക് യു. ആണോ, ശരി, ഓക്കെ. താങ്ക് യു വിനീഷ. ഓക്കെ, താങ്ക് യു സംഗീത. ഇതുപോലെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞവർ എന്ത് ചെയ്യാ പറയാം.
കംപ്ലീറ്റ് ഓക്കെ, കംപ്ലീറ്റ് ആയി. പിന്നെ ഇപ്പൊ ഇത്രയും മതി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏജൻസും MCP ഒക്കെ ആഡ് ചെയ്യുന്ന കേസ് നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഇടാം. ഓക്കെ, JS അല്ലേ സെലക്ട് ചെയ്യുന്നത്? JS സെലക്ട് ചെയ്യുക, TS സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ആ കോപ്പൈലറ്റിന്റെ ഒരു ചാറ്റ് കണ്ടിട്ടില്ലേ? സൈഡ് ബാറില് സൈഡിൽ ഒരു ചാറ്റ് വരാറില്ലേ? അതായത് ആ ചാറ്റ് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഇതിനകത്ത് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, മുകളിലുള്ള ഒരു ചാറ്റ് ഉണ്ടോ, പ്ലേറൈറ്റ് AI എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു ചാറ്റ് പോലെ ഒരു മെസ്സേജ് വന്ന് കിടക്കുന്ന പോലെ കണ്ടോ മുകളിൽ? അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനെ ക്ലിക്ക് ചെയ്തേ. ഓക്കെ, ഇവിടെ കണ്ടോ? ഇതിനകത്താണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, ഫുൾ കോഡ് പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്താണ് നമ്മൾ നാളെ തൊട്ട് വർക്ക് ചെയ്യുന്നത്. MCP സെർവേഴ്സ്, ഏജൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോംപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ഡയറക്റ്റ് നാളെ തൊട്ട് പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, പിന്നെ 2 ദിവസം തിയറി ആയിരുന്നു, കുറച്ച് ബോറായിരിക്കും ചിലപ്പോൾ, എന്നാലും നമുക്കത് വേണം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. നാളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലി ചെയ്യാം. എത്രയല്ലേ ഉള്ളൂ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോട്ട്സ് ഒന്ന് ചാറ്റിലൊന്ന് ഷെയർ ചെയ്യാം. നോട്ട്സ് ഞാൻ ഇട്ടേക്കാം തന്നെ. ശരി. പിന്നെ ഈ ടോക്കൺസിന്റെ ഡെഫിനിഷൻ എന്തുവാ? ടോക്കൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആയിട്ട് ഇപ്പൊ എന്താ പറയാ, ടോക്കൺസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആ ഓരോ വേർഡിനെ നമ്മൾ അതിന്റെ വേർഡ് എന്ന് പറയുന്നു. AI ഒരു AI അതിന്റെ ടോക്കൺസ് എന്ന് പറയുന്നു. പിന്നെ ഡെഫിനിഷൻ ആയിട്ട് എന്താ, ഞാൻ നോട്ട്സ് ഇടാം, അതിനകത്തുണ്ട് ടോക്കൺസിന്റെ ഡെഫിനിഷൻ. ടോക്കൺസ് എന്താണ്, ടോക്കണൈസേഷൻ എന്താണ്, ഡെഫിനിഷൻ ആയിട്ട് നോട്ട്സിലുണ്ട്. അതുപോലെ ഞാൻ ഇതിനെ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഒരു എൻ്റയർ സെന്റൻസിനെ സിംഗിൾ ടോക്കൺസ് ആക്കി എടുക്കുക. ഒരു വേർഡ്, അതാണ് ടോക്കൺ, അതാണ് കൺസെപ്റ്റ്. ഈ ഡെഫിനിഷൻ ഞാൻ നോട്ടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതിനകത്തുണ്ട്, ഞാൻ ഇട്ടേക്കാം ചാറ്റിനകത്ത്. വിനീഷ ഒരു മിനിറ്റ്, ഇവിടെ എനിക്ക് ക്രോമ്, ഫയർഫോക്സ്, വെബ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു സക്സസ്ഫുള്ളി ആ ഒരു ഇത് വന്നിട്ടില്ല. അത് കുഴപ്പമില്ലടാ, നോക്കാം നമുക്ക്. കംപ്ലീറ്റ് ആയാൽ മതി. ഓക്കെ, ഒന്ന് ലീവ് ചെയ്തോ, ബാക്കി നമുക്ക് നാളെ നോക്കാം. യൂട്യൂബ് സെഷൻസ് ഒന്ന് എനേബിൾ ഓക്കെ, താങ്ക് യു. Thank you.